ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഓക്സ്ഫോർഡിൽ വന്നിരിക്കുകയാണ്. ഓക്സ്ഫോർഡ് നമ്മൾ എല്ലാവർക്കും അറിയാം. ഓക്സ്ഫോർഡ്, ദ ഫേമസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉള്ള സിറ്റിയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 1 hour ഉള്ളൂ കേട്ടോ ഓക്സ്ഫോർഡിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത്ര അടുത്തായിട്ട് നമുക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ, ഈ ഒരു സിറ്റി കാണാം. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ മുമ്പ് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര രസമുള്ളൊരു സിറ്റിയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു സാറ്റർഡേ ആയിട്ട് ഓക്സ്ഫോർഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇപ്പോൾ ഏകദേശം 1 മണിയായി ഇവിടെ എത്തിയിട്ട്. അപ്പോൾ ഇന്ന് ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റാണ്, ഒരു സണ്ണി ഡേ ആണ്. ചെറിയ തണുപ്പുണ്ട്, പക്ഷെ നമുക്ക് ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റിയൊരു നല്ലൊരു ഡേ ആണ്, നല്ലൊരു ക്ലൈമറ്റാണ്. എന്തായാലും ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഈ ഒരു ഹോൾ സിറ്റി എന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഈ ഹോൾ സിറ്റിയിൽ ഫുൾ ഓഫ് യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്സും കാര്യങ്ങളും, യൂണിവേഴ്സിറ്റിയുടെ തന്നെ പല പല കോളേജസ് ഉണ്ട്. അപ്പോൾ ആ കോളേജുകളുടെയൊക്കെ ബിൽഡിങ് ഈ ഹോൾ സിറ്റിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. സോ വെൽക്കം ടു ഓക്സ്ഫോർഡ്. നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്കാണല്ലോ ഓക്സ്ഫോർഡിൽ എത്തിയത്. അപ്പോൾ ലഞ്ച് ടൈമാണ്, എന്തെങ്കിലും നന്നായിട്ട് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പ്രെറ്റിൽ കയറി, എന്നിട്ട് ഒരു റാപ്പും പിന്നെ ഒരു ആപ്പിൾ മ്യൂസ്ലിയും ഓർഡർ ചെയ്തു. അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ ഷേക്ക് ഷാക്ക് ഉണ്ട്. ഷേക്ക് ഷാക്കിലെ ബർഗേഴ്സ് അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ബർഗർ പറഞ്ഞു, ഞാൻ അവിടുന്ന് ഗോബി 65 പറഞ്ഞു, പിന്നെ ഒരു കോഫി ഷേക്കും കുടിച്ചു. അടിപൊളിയായിരുന്നു രണ്ടും. എന്നിട്ട് നമ്മൾ നേരെ കറങ്ങാൻ ഇറങ്ങി. നമ്മൾ ആദ്യം ചെന്നത് ഓക്സ്ഫോർഡിലെ തന്നെ ഐക്കോണിക് ലാൻഡ് മാർക്കിലേക്കാണ്, ദ റാഡ്ക്ലിഫ് ക്യാമറ. ഇത് ദ ഫേമസ് ബോഡ്ലിയൻ ലൈബ്രറിയുടെ ഒരു മെയിൻ പാർട്ടാണ്. തൊട്ടടുത്ത് തന്നെ യൂണിവേഴ്സിറ്റി ചർച്ച് ഉണ്ട്. ഓക്സ്ഫോർഡിൽ വരുമ്പോൾ ഈ ഒരു സ്പോട്ട് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യണം. കാരണം ഇതൊരു മിക്സ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ബ്യൂട്ടി എന്ന് തന്നെ പറയാം. ഒരു സൈഡിൽ സർക്കുലർ ആർക്കിടെക്ചറിലുള്ള റാഡ്ക്ലിഫ് ക്യാമറ, മറ്റേ സൈഡിൽ യൂണിവേഴ്സിറ്റി ചർച്ച്. ശരിക്കും അടിപൊളിയാണ് ഇവിടെ. യൂണിവേഴ്സിറ്റി ചർച്ചിൻ്റെ ഈ ഒരു ടവർ കണ്ടോ? ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ആൾക്കാരെ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ടവറിൻ്റെ മുകളിൽ കയറിയ ഓക്സ്ഫോർഡ് സിറ്റി ഫുൾ നന്നായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ ഇന്ന് കയറിയില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൻ്റെ ഡയറീസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, കീ ചെയിൻസ്, മഗ്സ്, ടീഷർട്ട്സ്, അങ്ങനെ പല സെവിനിയേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ചർച്ചിൽ കയറി. ആൻഡ് ഇവിടുത്തെ ആർക്കിടെക്ചർ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓരോ കോർണേഴ്സ് നോക്കുമ്പോഴും ഒരു ഹിസ്റ്റോറിക് ആൻഡ് എലഗൻറ്റ് ഫീലായിരുന്നു തരുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും ആ പരിസരത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോഴാണ് നമ്മൾ അവിടുത്തെ ബോഡ്ലിയൻ ലൈബ്രറിയുടെ ഒരു ഭാഗത്ത് കയറാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ലൈബ്രറിയുടെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം കേട്ടോ. ടൂർസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി. ഈ ബോഡ്ലിയൻ ലൈബ്രറി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൻ്റെ മെയിൻ റിസർച്ച് ലൈബ്രറിയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലൈബ്രറീസ് ഇൻ യൂറോപ്പ്. ബ്രിട്ടനിലെ 2nd ലാർജസ്റ്റ് ലൈബ്രറിയാണ് കേട്ടോ. നമ്മൾ ഈ പുറത്തെ കുറച്ച് ഭാഗമല്ലേ കാണുന്നുള്ളൂ, ശരിക്കും അകത്തൊക്കെ എന്തായിരിക്കും അല്ലേ. ഹാരി പോട്ടർ ഫിലിംസിലെയൊക്കെ ചില ഭാഗങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഡിവിനിറ്റി സ്കൂൾ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുക്കണം. ഏറ്റവും ഒരുപാട് ഞാൻ ഈ ഒരു ലൈബ്രറീനെ കുറിച്ച് ഇങ്ങനെ പല കഥകളും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അകത്ത് പോയവരും ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര കിഡിലെ ലൈബ്രറി ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒബ്വിയസ്ലി ആയിരിക്കുമല്ലോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി പറയുമ്പോൾ. കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം കയറി കാണണം. ഭയങ്കര വൈബുള്ള സ്ഥലം കേട്ടോ ഓക്സ്ഫോർഡ്. ഇവിടുത്തെ ഫുൾ ഈ ഒരു സിറ്റി ഫുൾ യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ശരിക്കും അടിപൊളി. സോ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് ടിക്കറ്റ് മേടിക്കാം കേട്ടോ. ഇതിനകത്ത് കയറി നമുക്ക് ലൈബ്രറിയും കാര്യങ്ങളും, പിന്നെ ഇതിനകത്ത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ തന്നെ ഏതൊക്കെയോ എനിക്കറിയില്ല എവിടെയൊക്കെ കറക്റ്റ് നമുക്ക് കയറാൻ പറ്റും എന്നുള്ളത്. ലൈബ്രറിയിലൊക്കെ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കയറാൻ പറ്റും. അങ്ങനത്തെ ടൂർ ഗൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ടിക്കറ്റ് എടുക്കാം, അങ്ങനത്തെ ടൂർ ഗൈഡ്സ് ബുക്ക് ചെയ്തിട്ടൊക്കെ വരാം. നമ്മളിന്ന് അത്രയും പ്ലാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഓക്സ്ഫോർഡ് വരിക കാണാൻ, അല്ലാതെ അകത്ത് കയറി കാണണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അതിന് മാത്രം സമയവും പിന്നെ അതിന് മാത്രം ഇന്നൊരു മൂഡൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അകത്ത് കയറാത്തത്. ബട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവിടുത്തെ ലൈബ്രറിയിൽ ഒരു ദിവസം കയറണം എന്നുള്ളത്. കാരണം ഒരുപാട് കേട്ടിട്ടുള്ള ലൈബ്രറിയാണ്. അപ്പോൾ യെസ്, വൺ ഡേ വെൽക്കം.
പക്ഷേ ഇന്നെന്തായാലും വേണ്ട. ഇന്നിപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്സ്ഫോർഡ് ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. നമ്മളിപ്പോൾ അകത്തൊന്നും കയറിയില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആ ടവറിലും ഞാൻ അതുപോലെ കയറിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അതുപോലെ ലൈബ്രറിയിൽ കയറിയില്ല. പക്ഷേ ഇതൊന്നും കയറിയില്ലെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ റോട്ടിൽ കൂടെയൊക്കെ നടന്ന് ബിൽഡിങ്സ് ഒക്കെ കണ്ട് നടക്കാൻ തന്നെ കുറേ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ കാണാൻ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ അകത്ത് കയറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു സിറ്റി കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ബോഡ്ലിയൻ ലൈബ്രറിയുടെ തൊട്ടടുത്താണ് ദ നെക്സ്റ്റ് ഐക്കോണിക് സ്പോട്ട് ബ്രിഡ്ജ് ഓഫ് സൈസ്, അതായത് ഹാർട്ട്ഫോർഡ് ബ്രിഡ്ജ്. ഹാർട്ട്ഫോർഡ് കോളേജിൻ്റെ 2 ബിൽഡിങ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. വെനീസിലെ ബ്രിഡ്ജ് ഓഫ് സൈസിനെ പോലെയാണ് ഏകദേശം ഇത് കാണാൻ ഇത്രേ, അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു നിക്ക് നെയിം കിട്ടിയത്. നമ്മളങ്ങനെ ഒരുപാട് നേരം ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്സ് കൂടെയൊക്കെ കറങ്ങി. ഇനി നമുക്ക് നല്ലൊരു ബ്രിട്ടീഷ് ടീ കുടിക്കാൻ പോയാലോ? ഇന്നത്തെ എൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടെയും കൂടെ വരാനാണ്, ദ ഗ്രാൻഡ് കഫേ ഇൻ ഓക്സ്ഫോർഡ്. ഈ ഗ്രാൻഡ് കഫേയുടെ ഇതേ സൈറ്റിലായിരുന്നു ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് കോഫി ഹൗസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1650. അകത്ത് കയറിയപ്പോൾ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ചാമിങ്. നല്ലൊരു വിൻറ്റേജ് വൈബ്, കോസി ടേബിൾസ്, ചെറിയൊരു കഫേയാണ്, എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഇവരുടെ ക്ലാസിക് ഇംഗ്ലീഷ് ടീ പറഞ്ഞു. ഈ ഒഴിക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമില്ലേ, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്കത്ര വർക്കായില്ല. സാരമില്ല, പോട്ടെ. ബട്ട് ഈ ഒരു റാസ്ബെറി ചീസ് കേക്ക് ഇത് അടിപൊളിയായിരുന്നു. ഇത് വായിലിട്ട് ഇങ്ങനെ മെൽട്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ക്യാപ്പുച്ചീനോ പറഞ്ഞിരുന്നു, അതും നന്നായിരുന്നു. ഇത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, വെറുതെ ഇംഗ്ലീഷ് ടീ ഒക്കെ പറഞ്ഞു. അവിടുന്ന് പുറത്തിറങ്ങി അപ്പോഴാണ് നമ്മൾ ഓൺ ദ വേ ഒരു കവേർഡ് മാർക്കറ്റ് കണ്ടത്. ഇതിവിടുത്തെ ഒരു പഴയ മാർക്കറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു, ഇരുട്ടായ ഒരു ടൈമായി. അപ്പോൾ പല കടകളും അടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൂടെയൊക്കെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് സെൻറ്ററിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ വെസ്റ്റ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മോളുണ്ട്, അവിടെ നമ്മൾ H&M കയറി. അവിടെ റെഡ് ടോപ്പ് തൂക്കിയിട്ട് കണ്ടോ, അത് ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു, ട്രയൽ ചെയ്തു, എടുത്തു. പിന്നെ യുണീക്ലോയിൽ പോയി ആൻഡ് അവിടുന്നും എന്തോ ആക്റ്റീവ് വെയേഴ്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതെല്ലാം മേടിച്ചു. ആൻഡ് നമ്മളിനി തിരിച്ചു പോവുകയാണ്. കുറേ നേരം മോളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഓക്സ്ഫോർഡിൽ സ്പെൻഡ് ചെയ്ത ദിവസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.